എന്തല്ല സുഖല്ലേ? അപ്പം എങ്ങനെയാ തുടങ്ങിയാലോ? ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. സോ എന്തായാലും ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിലെ അപ്ഡേറ്റ്സും ന്യൂസും റീൽസും എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഒരു സ്ഥലത്ത് മതി, നമ്മുടെ ചാനൽ എവിക്ക അല്ലെങ്കിൽ എബിൻ സേവിയർ എന്നാണ് ഈ ഒരു ചാനലിൽ ആപ്പിളിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് എബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തത് ഐശ്വര്യമായിട്ട് നമുക്ക് അപ്ഡേഷന് സ്റ്റാർട്ട് ചെയ്യാം. iOS 26 ഫൈനൽ ബേറ്റ 8 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഒരു RC ആണ്. അതിന് ഒരു 2 ആഴ്ച ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഒരു അപ്ഡേറ്റിൽ യാതൊരു വിധമായിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും ബഗ് ഫിക്സസും പെർഫോമൻസ് ഒപ്റ്റിമൈസേഷനുമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഈ ഒരു അപ്ഡേഷൻ എന്ന് കിട്ടും? ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് iOS 26 എന്നാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ആപ്പിൾ ഒഫീഷ്യലി അവരുടെ പുതിയ ഇവൻറ്റിൻ്റെ ഇൻവിറ്റേഷനും ടൈമും ഈ പറയുന്ന കാര്യങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഈ പറയുന്ന ചാനൽ തന്നെ നമ്മുടെ തന്നെ ന്യൂസിൽ പലവട്ടം പറഞ്ഞായിരുന്നു 9-ാം തീയതി ആയിരിക്കും ഇവൻറ്റ് വരാൻ പോകുന്നത്. അങ്ങനെ തന്നെ കറക്റ്റായിട്ട് 9-ാം തീയതി തന്നെയാണ് ഇവൻറ്റ് സംഭവിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രാത്രി 10:00 ഇവൻറ്റ് കാണാൻ പറ്റും. ആപ്പിൾ TVയിലും അതേപോലെ യൂട്യൂബിലും നിങ്ങൾക്ക് ഇവൻറ്റ് കാണാൻ പറ്റും. ഇനി ഈ ഒരു ഇവൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് ഞാൻ പറഞ്ഞു പോകാം. iPhone 17 സീരീസ് നമുക്ക് കാണാം. 17, 17 Air, 17 Pro, 17 Pro Max ഈ 4 ഡിവൈസ് കാണാൻ പറ്റും. ഇത് ആരാണ് ഇത് മെസ്സേജ് ആക്കുന്നത്? ഒരു സെക്കൻഡ്. ഇപ്പം തന്നെ ശുഭം. ഇനി iPhone 17 സീരീസ് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കൊരു പുതിയ എയർപോഡ്സിൻ്റെ 3rd ജനറേഷൻ പ്രോ കാണാൻ പറ്റും. ഈ പറയുന്ന എയർപോഡ്സ് Pro 3യിൽ നമുക്ക് ഒരു ചെറിയ സ്മോളർ കേസ് ആയിരിക്കും, ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടാവും, അതേപോലെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ANC, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ് എന്നീ പറഞ്ഞ പല കാര്യങ്ങളും അറിയാനുള്ള സെൻസസും എല്ലാം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാണ്, എന്തിനാണ് ഈ പറഞ്ഞ മ്യൂസിക് MP3 കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിയോ കേൾക്കുന്ന സാധനത്തിൽ ഇത്രമാത്രം ഈ ഹാർട്ട് സെൻസറും പിന്നെ ബോഡി ടെമ്പറേച്ചറിൻ്റെ ഒക്കെ സെൻസർ എന്തിനാ കുത്തിക്കയറ്റി വെറുതെ കാശ് കൂട്ടണേ എന്ന് ചോദിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡൗട്ട് വരുന്ന ആൾക്കാരോട് ഒരു ഉത്തരം പറയാം. ഏറ്റവും കൂടുതൽ മ്യൂസിക് കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ ഹെഡ്ഫോൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എയർപോഡ്സോ ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ മ്യൂസിക് കേൾക്കാൻ താല്പര്യപ്പെടുന്നതും മെജോറിറ്റി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും രീതിയിൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരായിരിക്കും മെജോറിറ്റി ഹെഡ്ഫോൺസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രൊഡക്റ്റീവ് ലൈൻ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, മെജോറിറ്റിയാണ് ഞാൻ പറയുന്നത്. സോ ഇവർ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരുടെ ഹാർട്ട് റേറ്റ്, അവരുടെ ബോഡി ടെമ്പറേച്ചർ ഇതൊക്കെ അറിഞ്ഞാൽ നല്ലതല്ലേ? അവരുടെ ബോഡിയിലെ ഫുൾ വൈറ്റൽസിൻ്റെ ഒരു ഔട്ട്ലുക്ക് കിട്ടുമ്പോൾ എന്തുകൊണ്ടും ബെറ്ററാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് ഉണ്ടാവണമെന്നില്ല. ഈ പറഞ്ഞ എയർപോഡ്സ് വെച്ച് യൂസ് ചെയ്ത് കുറേ പേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതല്ലേ? സോ അങ്ങനത്തെ ഒരു ഓപ്ഷനും എയർപോഡ്സിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ സീസൺ ആണ്. സോ വൈൽഡ് കാർഡ് എൻട്രി കുറേ ഉണ്ടാവും, അത് വേറെ. സോ ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രിയിൽ നമുക്ക് എയർ ടാഗിൻ്റെ ഒരു 2nd ജനറേഷൻ കാണാൻ പറ്റും. ആപ്പിൾ TVയുടെ ഒരു പുതിയ 4K എഡിഷൻ കാണാൻ പറ്റും. ഒരു പുതിയ മോണിറ്റർ, ആപ്പിളിൻ്റെ മോണിറ്റർ കാണാൻ പറ്റും. എന്നിങ്ങനെ കുറേയധികം ലീക്സ് ഉണ്ട്. ആപ്പിൾ വാച്ചിൻ്റെ ഒരു പുതിയ ജനറേഷൻ കാണാൻ പറ്റും. അത് ലീക്സ് അല്ല, എന്തായാലും വരും. അതിൻ്റെ കൂടെ തന്നെ iPadൻ്റെ കുറച്ച് റിലീസ് ഉണ്ടാവും എന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ HomePod 2nd ജനറേഷനും നമുക്ക് HomePod 2nd ജനറേഷൻ അല്ല, HomePod mini 2nd ജനറേഷൻ വരാനും ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ഇവൻറ്റിൻ്റെ പോസ്റ്റർ നെയിം നിങ്ങൾ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ ഇവൻറ്റിൻ്റെ നെയിം ശ്രദ്ധിച്ചോ? ഡ്രോപ്പിംഗ് എന്നാണ്. ഡ്രോപ്പിംഗ് ആ ഒരു AWE എന്ന സ്പെല്ലിങ് മാറ്റിയിട്ട് JAW എന്നാക്കി നോക്കി. ഡ്രോപ്പിംഗ്. അതായത് നമ്മളിപ്പോൾ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയോടെ കാണുക. അതേപോലെ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എന്താ പറയുക വണ്ടറായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക ഒരു അത്ഭുതം കാണുമ്പോഴാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഡ്രോപ്പ് ചെയ്തൊരു ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഇമോട്ട് നമുക്ക് വരില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമോഷൻസ് നമുക്ക് വരില്ല. സോ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞ പേര് മേ ബി ആപ്പിൾ റെഫർ ചെയ്യുന്ന ഡ്രോപ്പിംഗ് എന്നാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ബിക്കോസ് ആപ്പിൾ അത്രമാത്രം അടിപൊളിയായ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. സോ യു മൈറ്റ് ഡ്രോപ്പ് എന്ന് പറയുന്നതാവാം. ഹൂ നോസ്. കാരണം ആപ്പിളിൽ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല.
പക്ഷേ അങ്ങനെ ഡീകോഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സുഖമുള്ളത്, അത് വേറെ കാര്യം. ആൻഡ് ഈ പറയുന്ന ഇവൻറ്റിൻ്റെ ആ ഒരു കുറേ കാര്യങ്ങളായിട്ട് നമുക്ക് വേറൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. സോ അതിൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് കാര്യം ചെയ്യാം. ഇതിപ്പോൾ ന്യൂസ് നമുക്ക് ഇതെല്ലാം ബ്രീഫായിട്ട് പറഞ്ഞു. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഇവൻറ്റിൻ്റെ കാര്യങ്ങൾ. ഈ ഇവൻറ്റിൽ നമുക്ക് 9-ാം തീയതി ഇവൻറ്റ്, അതേപോലെ തന്നെ 12-ാം തീയതി ആയിരിക്കും നമുക്ക് ഐഫോണിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഐഫോൺ 17 സീരീസിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 12-നായിരിക്കും. 15-ന് നമുക്ക് iOS 26 റിലീസാവും ഒഫീഷ്യലി. iOS 26 മാത്രമല്ല, വാച്ച് OS, മാക് OS, tvOS, വാച്ച് OS എന്നിങ്ങനെ എല്ലാ പുതിയ അപ്ഡേഷൻസും ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ സെപ്റ്റംബർ 15-ാം തീയതി ആയിരിക്കും. ആൻഡ് സെപ്റ്റംബർ 19-ാം തീയതി നമുക്ക് ഐഫോൺ 17 സീരീസിൻ്റെ ലോഞ്ച് ലോകത്തെല്ലാ സ്ഥലത്തും ഒരേ ദിവസമായിരിക്കും. മിക്കവാറും ഈ പറഞ്ഞ GMT ടൈം അല്ലെങ്കിൽ ടൈം വേരിയേഷൻ ഉണ്ടാവും. എന്നാലും എല്ലാ കൺട്രിയിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും 19-ാം തീയതി ആയിരിക്കണം ഈ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ലോഞ്ച് വരാനുള്ള ചാൻസ്. സോ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് 12-ാം തൊട്ട് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു പ്രീ ബുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് തന്നെ 19-ാം തീയതി ഈ പറഞ്ഞ ഐഫോൺ 17 സീരീസ് ചുട്ടപ്പം പോലെ കയ്യിലേക്കും വരും. അടുത്ത കാര്യം, ആപ്പിളിൻ്റെ ഒരു പുതിയ ചിപ്സെറ്റ് TSMC ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അത് 2 നാനോമീറ്റർ ആർക്കിടെക്ചറിലാണ് വരാൻ പോകുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. ഈ പറയുന്ന 2 നാനോമീറ്റർ ചിപ്പ് മിക്കവാറും ആപ്പിൾ ഐഫോൺ 18 സീരീസിലേക്കും വെക്കാൻ പോകുന്നത്. ഈ 18 സീരീസിൽ ഫോൾഡ് വരുന്നുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഒരു റൂമർ നമുക്ക് കിട്ടുന്നുണ്ട്. 17 റിലീസായിട്ടില്ല, അതിനു മുമ്പ് തന്നെ 18 റിലീസ് വന്നു. 18-ൽ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ എയർ വരും, ഫോൾഡ് വരും, പ്രോ വരും, നോർമൽ 18 വരും, പ്രോ മാക്സ് വരും. ഈ പറയുന്ന ഫോൾഡ് എന്ന സീരീസ് ഇപ്പോഴുള്ള പ്രോനെക്കാട്ടും ലക്ഷറി സീരീസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഐഫോൺ 18 സീരീസ്, 18 പ്രോ സീരീസ് 2 വേരിയൻ്റേ ഉള്ളൂ. അതിൻ്റെ പൊക്കത്തേക്ക് ലക്ഷറി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കുറച്ച് എന്താ പറയുക പോഷായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഐഫോൺ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ സാംസങ്ങിന് ഒരു ഫോൾഡ് ഉണ്ടാവും. ഫ്ലിപ്പിനെക്കാളും കൂടുതൽ ഫോൾഡാണ്. കുറേ ആൾക്കാരാണ് ഞങ്ങളുണ്ട്. സോ ആ ഒരു ലക്ഷറി എന്താ പറയുക സ്റ്റേറ്റസിലേക്ക് ഐഫോൺ ഉണ്ടായ പോലെ ഇപ്പോൾ ഐഫോൺ താന്നു. ആ ഒരു സ്റ്റേറ്റസിലേക്ക് ഐഫോൺ തിരിച്ച് റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഫോൾഡിലേക്ക് 2026-ൽ കാല് വെക്കും എന്ന് കേൾക്കുന്നുണ്ട്. ആ ഒരു കാര്യം പറയാൻ കാരണം ഐഫോണിൻ്റെ ഈ പറഞ്ഞ 20th ആനിവേഴ്സറി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആപ്പിൾ നല്ല രീതിക്കുള്ള പ്രൊഡക്ഷനും ആൻഡ് മാക്സിമം ഈ പറയുന്ന ഡിവൈസസ് സെല് ചെയ്യാൻ വേണ്ടിയുള്ള പല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഇനി ഈ ഒരു കൊല്ലം അടുത്ത കൊല്ലം നമുക്ക് കാണാൻ പറ്റും. ഇനി കഴിഞ്ഞ ന്യൂസ് ഞാൻ പറഞ്ഞിരുന്നു, ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ ഇപ്പോൾ ബാംഗ്ലൂർ വരുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് മിക്കവാറും ഈ പറയുന്ന എറണാകുളത്തോ അല്ലെങ്കിൽ കേരളത്തിലോ എവിടെയായിരിക്കും. പക്ഷേ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആപ്പിളിൻ്റെ 4ാമത്തെ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പൂനെയിലാണ്. അതെന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ 2-ാം തീയതി ബംഗളൂരിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഈ പറഞ്ഞ ആപ്പിൾ ഹെബ്ബാൽ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ 4-ാം തീയതി പൂനെയിൽ ആപ്പിളിൻ്റെ 4ാമത്തെ സ്റ്റോറും സ്റ്റാർട്ട് ചെയ്യും. ഒഫീഷ്യലി ഇപ്പോൾ 4 സ്റ്റോറാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞ ആപ്പിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ പബ്ലിക് റിയാക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐഫോണിൻ്റെ ഫീച്ചർ ഏതാണെന്നാണ്. ഈ ഒരു വട്ടം നിങ്ങൾക്ക് ആപ്പിളിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും പെർഫെക്റ്റ് ഡുവോ ഏതാണ് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ചിലവർക്ക് മാക്ബുക്കും ഐഫോണും ആയിരിക്കും, എനിക്ക് ഐഫോണും വാച്ചും ആയിരിക്കും, നിങ്ങൾക്ക് ആപ്പിൾ വാച്ചും എയർപോഡ്സും ആയിരിക്കും. ഇതിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഡുവോ? അല്ലെങ്കിൽ ഈ പറയുന്ന 2 ഡിവൈസുകളും കൂടി ചേരുമ്പോൾ നിങ്ങൾക്കൊരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ഇല്ലേ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡുവോ ഏതാണ് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്കത് ചെക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ പുതിയ ഇവൻറ്റിൻ്റെ ആ ഡ്രോപ്പിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൻ്റെ വാൾപേപ്പർ ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് ഞാൻ താഴത്തോടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ആണെങ്കിൽ അടിപൊളിയായ വാൾപേപ്പേഴ്സ് ഈ പറയുന്ന എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ആക്സസ് ചെയ്യാം. നല്ല നല്ല വാൾപേപ്പേഴ്സാണ്, എന്തായാലും യൂസ് ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു ന്യൂസ് വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് കിട്ടുമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Bin Xavier from Evica.